ഇതുകൊണ്ടാണ് എല്ലാവരും പറയണത് ചെറുതിൽ നിന്ന് തുടങ്ങണമെന്ന്. ഒരു ദിവസം കൊണ്ട് റിച്ച് ആകാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ട് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ റിയാലിറ്റി ഈസ് നോ. എന്തുകൊണ്ടെന്നല്ലേ പറഞ്ഞുതരാം. വായോ. ടുഡേ 2 of 15 days ഗ്രോത്ത് ചലഞ്ച്. ഒരു ദിവസം കൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആവില്ല. ഒരാൾക്ക് ഒരു റിച്ച് ആവാൻ പറ്റില്ല, ഒന്നാവാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ടാവും. ഇതെങ്ങനെ എന്നല്ലേ പറഞ്ഞുതരാം. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. 2 ആൾക്കാരുണ്ട്. അതിലൊരാൾ അയാളുടെ ജീവിതം ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി അയാൾ ജിമ്മിന് പോവാണ്. അപ്പോൾ ആൾ ആദ്യം പോയിട്ട് 50 kg വെയിറ്റ് അതിൻ്റെ മുകളിലെടുത്തു. അപ്പോൾ ആൾക്ക് അതോടുകൂടി മതിയായി. പിന്നെ പിറ്റേ ദിവസം ആൾ പോയില്ല. മറ്റൊരാൾ ജിമ്മിന് പോയി, ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ എല്ലാത്തിനും പോയി. അയാൾ ആദ്യം ത്രെഡ്മില്ലിൽ ഓടി എക്സസൈസ് ചെയ്തു. അയാൾ പിറ്റേ ദിവസം പോയി, കണ്ടിന്യൂസ് ആയി പോയി. അയാളുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കി, ബോഡി ഫിറ്റാക്കി, എല്ലാം ചെയ്തു. ഇതാണ് പവർ ഓഫ് സ്മോൾ ഹാബിറ്റ്. കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഹാബിറ്റ് ഫോം ചെയ്യാൻ. 1 പുഷപ്പ് ഡെയിലി. നിങ്ങളുടെ ഫിസിക്സ് ആകെ മോശമാണെങ്കിൽ 1 പുഷപ്പ് ഡെയിലി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ് ആകെ മോശമാണെങ്കിൽ നിങ്ങൾക്കെന്നും ഒരു പുഷപ്പ് എന്ന് കൂട്ടി വരാം. സോ യു ക്യാൻ ഇമ്പ്രൂവ് യുവർ ഫിസിക്സ്. 5 minutes റീഡിങ് എവരി ഡേ. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് എന്ന ഹാബിറ്റ് ഭയങ്കര ഇഷ്ടമല്ലെങ്കിൽ, തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബുക്ക് എടുത്തിട്ട് ഒരു 5 minute എന്നും വായിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എന്നും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ റീഡിങ് ഹാബിറ്റ് കൂട്ടാനൊരു ചാൻസ് അവിടെ ഉണ്ടെന്നല്ല, ഉറപ്പാണ്.